നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിന്റെ 13ാമത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതി വിവരക്കണക്ക് എന്ന പാഠഭാഗമാണ്. ആവറേജ് അല്ലെങ്കിൽ ശരാശരി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. ഞാനിവിടെ 6 പേരുടെ വെയിറ്റ് അല്ലെങ്കിൽ ഭാരമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ആവറേജ് ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത്? അതായത് ഈ തന്നിരിക്കുന്ന ഭാരങ്ങളെല്ലാം കൂടെ കൂട്ടണം. ഭാരങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര പേരുണ്ടോ അവരുടെ ആ ഒരു എണ്ണത്തെ കൊണ്ട് ഹരിക്കണം അല്ലേ. അപ്പൊ ഇവിടെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 312 എന്ന് കിട്ടും. 312 അതേ ഡിവൈഡ് ബൈ എത്ര പേരുണ്ട് ഇവിടെ? 6 പേരുണ്ട് അല്ലേ. അപ്പൊ 6 പേരെന്ന് പറയുമ്പോൾ അവിടുത്തെ എണ്ണം 6 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 52 എന്ന് കിട്ടും. അപ്പൊ ഈ 6 പേരുടെയും വെയിറ്റിന്റെ അല്ലെങ്കിൽ ഭാരത്തിന്റെ ശരാശരി ആവറേജ് എത്രയാണ്? 52 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഏറ്റവും കുറവ് ഭാരം എത്രയാണ്? 30 ആണല്ലേ. 30 കിലോയാണ് ഏറ്റവും കുറവ് ഭാരം. അപ്പൊ ഈ 30 കിലോ ഉള്ള ഈ ഒരാളുടെ ആവറേജ് വെയിറ്റ് 52 എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭാരമുള്ളത് എത്രയാണ്? 64 കിലോയാണല്ലേ. ആ 64 കിലോയുടെ ആവറേജ് വെയിറ്റ് ആണ് 52 എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ഏകദേശ ശരാശരിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഭാരങ്ങളെ ഒന്നും നമുക്ക് ഈ ഒരു ആവറേജ് ഭാരവുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആവറേജ് അല്ലെങ്കിൽ ശരാശരി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ വർഷം നമ്മൾ ആവറേജിന്റെ മറ്റൊരു പേരാണ് പഠിക്കുന്നത്, മീൻ അഥവാ മാധ്യം. അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് ആവറേജിന് പകരം പഠിക്കുന്ന അടുത്തൊരു വേർഡാണ് മീൻ അഥവാ മാധ്യം. അപ്പൊ മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് സം ഓഫ് ദ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. മീനിന്റെ മലയാളമാണ് മാധ്യം. മാധ്യം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നിരീക്ഷണങ്ങളുടെ ആകെത്തുക ഭാഗം നിരീക്ഷണങ്ങളുടെ ആകെ എണ്ണം. അപ്പൊ ഇവിടെ നോക്കി, ആവറേജും നമ്മൾ അങ്ങനെ തന്നെയല്ലേ കണ്ടുപിടിക്കുന്നത്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷന്റെ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പൊ നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ ആവറേജിന് പകരം പഠിക്കുന്ന പുതിയ വേർഡാണ് മീൻ അല്ലെങ്കിൽ മാധ്യം. അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് മറ്റൊരു ആവറേജ് ആണ്. അതായത് മീൻ പഠിച്ചല്ലോ, അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് മീഡിയൻ അഥവാ മധ്യമം. ഇത് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ്, നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുക. അതായത് അസെൻഡിങ് ഓർഡറിൽ നമുക്ക് എഴുതാം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഡേറ്റ തന്നെ എടുക്കാം. നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുവാണെങ്കിൽ ഏറ്റവും ചെറുത് ഏതാണ്? 30 ആണല്ലേ. 30. അത് കഴിഞ്ഞിട്ട് 45, 55, 58, 60, 64. ഇവിടെ നോക്കി, ഇവിടെ നടുക്ക് കിടക്കുന്ന നമ്പർ ഏതാണ്? നടുക്ക് 2 നമ്പേഴ്സ് കിടപ്പുണ്ടല്ലേ. ഏതൊക്കെയാണ്? 55ഉം 58ഉം. അപ്പൊ ഈ 2 നമ്പറിന്റെയും കൂടെ മീൻ എടുക്കുക. ഈ 2 നമ്പറിന്റെയും കൂടെ മീൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 2 നമ്പറിന്റെയും കൂടെ മാധ്യം എടുക്കുക, ആവറേജ് എടുക്കുക. അതായത് 55ഉം 58ഉം. 55 പ്ലസ് 58 ബൈ എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ ഉണ്ടല്ലേ. അതായത് ഈ 2 നമ്പറിന്റെയും മീൻ ആണ് എടുക്കുന്നത് അല്ലെങ്കിൽ ആവറേജ് ആണ് എടുക്കുന്നത്. ആവറേജ് എടുക്കുന്നത് എങ്ങനെയാ? ആകെത്തുക ബൈ ആകെ എണ്ണം അല്ലേ. അപ്പൊ ഇവിടെ ആകെത്തുക എന്ന് പറയുമ്പോൾ 55ന്റെയും 58ന്റെയും കൂടെ തുക ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? ആകെ എണ്ണം എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണല്ലേ. ഡിവൈഡ് ബൈ 2. അപ്പൊ ഈ രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 56.5 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ഇവിടുത്തെ മീഡിയൻ. അപ്പൊ ഇവിടുത്തെ ഈ ഒബ്സർവേഷൻസ് നോക്കിയേ, എന്താണ് പ്രത്യേകത? ഇതൊരു ഈവൻ നമ്പർ ആണല്ലേ. ഈവൻ നമ്പർ ആണെങ്കിൽ നടുക്ക് 2 നമ്പേഴ്സ് വരും അല്ലേ. അപ്പൊ 2 നമ്പേഴ്സ് വരുമ്പം ആ 2 നമ്പേഴ്സിന്റെയും മീൻ കാണുക അല്ലെങ്കിൽ ആവറേജ് കാണുക. അങ്ങനെയാണ് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്നത്. ഇനി അഥവാ ഒറ്റ സംഖ്യ ആണെങ്കിലോ? ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 58നെ അങ്ങ് അവോയ്ഡ് ചെയ്യുക. അപ്പൊ നമ്മൾ പഴയതുപോലെ തന്നെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഇങ്ങോട്ട് എഴുതി കാണിക്കാം. 30, 45, 55, 58 ഇല്ല, 60, 64. അപ്പൊ ഇവിടെ ഓഡ് നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരെണ്ണത്തിനെ കളഞ്ഞത്. ഒരെണ്ണത്തിനെ കളഞ്ഞപ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സ് കിട്ടി അല്ലേ. അപ്പൊ ഇനി നോക്കി, 1, 2, 3, 4, 5 പേരാണ്. അപ്പൊ ഇതിന്റെ നടുക്ക് കിടക്കുന്ന നമ്പർ ഏതാ? 55 ആണല്ലേ. അപ്പൊ ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 55 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടെ പറയാം. മീഡിയൻ കണ്ടുപിടിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ്, നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അതായത് ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതുക. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുന്ന സമയത്ത് ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ, ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ അല്ലേ, ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ നടുക്ക് കിടക്കുന്ന നമ്പർ ആയിരിക്കും മീഡിയൻ അല്ലെങ്കിൽ മധ്യമം. ഇനി ഈവൻ നമ്പർ ആണ് വരുന്നതെങ്കിലോ? ഈവൻ നമ്പർ വരുമ്പോൾ നടുക്ക് 2 പേര് കാണും അല്ലേ. ആ 2 പേരുടെയും കൂടെ മീൻ അല്ലെങ്കിൽ ആവറേജ് ആയിരിക്കും അവിടുത്തെ മീഡിയൻ. മീഡിയന്റെ മലയാളം മധ്യമം.
അപ്പൊ ഇവിടെ നമുക്ക് ഈ നമ്പേഴ്സ് എടുക്കുവാണെങ്കിൽ മീഡിയൻ എത്രയാണ്? മീഡിയൻ എന്ന് പറയുന്നത് നടുക്ക് കിടക്കുന്ന 55 ആണ് അല്ലേ. ഇനി ഈ നമ്പേഴ്സ് അതായത് 58നെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എടുക്കുവാണെങ്കിലോ നടുക്ക് കിടക്കുന്ന 2 നമ്പേഴ്സ് ആണ്. അതിന്റെ രണ്ടിന്റെയും കൂടെ ആവറേജ് എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 56.5 എന്ന് കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ ഓഡ് നമ്പർ വരുമ്പോഴും ഈവൻ നമ്പർ വരുമ്പോഴും എങ്ങനെയാണ് മീഡിയൻ മധ്യമം കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായ എല്ലാവർക്കും. അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കുന്നത് അസെൻഡിങ് ഓർഡറിൽ എഴുതുക, ആരോഹണക്രമത്തിൽ എഴുതുക. അതുപോലെ തന്നെ ഓഡ് നമ്പർ ആണെങ്കിൽ നടുക്ക് കിടക്കുന്ന സംഖ്യ അല്ലെ മിഡ് വാല്യൂ എടുത്തെഴുതാം. ഇനി ഈവൻ നമ്പർ ആണെങ്കിലോ നടുക്ക് 2 സംഖ്യകൾ കാണും. ആ 2 സംഖ്യകളുടെയും കൂടെ മീൻ കണ്ടുപിടിക്കുക, മാധ്യം കണ്ടുപിടിക്കുക. അടുത്തതായിട്ട് പേജ് നമ്പർ 279 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ അഹിരത് ഇൻ ലോങ് ജംപ് പ്രാക്ടീസ് ആർ 6.10, 6.20, 6.18, 6.20, 6.25, 6.21, 6.15, 6.10 in meters. Find the mean and median. Why is it that there is not much difference between these? അതായത് ലോങ് ജംപ് പരിശീലനത്തിൽ അഹിരത് ചാടിയ ദൂരങ്ങൾ ഇങ്ങനെയാണ്. ദൂരങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, കൊടുത്തിട്ടുണ്ട്. ദൂരമെല്ലാം മീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവയുടെ മധ്യമവും മാധ്യവും കണ്ടുപിടിക്കുക. അവ തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് അഹിരത്ത് ചാടിയ ദൂരങ്ങളാണ് അല്ലെ. ലോങ് ജമ്പിൽ ചാടിയ ദൂരങ്ങളാണ് തന്നിരിക്കുന്നത്. ഇത് മീറ്ററിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മാധ്യവും അതുപോലെ തന്നെ മധ്യമവും, അതായത് മീനും മീഡിയനുമാണ് കണ്ടുപിടിക്കേണ്ടത്. മീനും മീഡിയനും കണ്ടുപിടിച്ചതിന് ശേഷം അവ എന്തുകൊണ്ടാണ് വലിയ വ്യത്യാസമില്ലാത്തതെന്നും പറയണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മീൻ കണ്ടുപിടിക്കാം അല്ലെ. അതായത് മാധ്യം കണ്ടുപിടിക്കാം. മാധ്യം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ലെ. അതായത് ആകെത്തുക ബൈ ആകെ എണ്ണം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് ഏതൊക്കെയാണ്? ഈ കൊടുത്തിരിക്കുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് സം ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാം കൂടെ സം എടുക്കണം, തുക എടുക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടുന്ന രീതിയിൽ എഴുതി വെച്ചു. അതുപോലെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് അല്ലെ, ആകെ എണ്ണം. എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 7 8 8 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ഡിവൈഡഡ് ബൈ 8 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി വെക്കാം. ഇതെല്ലാം കൂടെ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പൊ നമ്മൾ കൂട്ടാനായിട്ട് ഇങ്ങനെയാണ് ഒബ്സർവേഷൻസിനെ എഴുതുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒബ്സർവേഷൻസിനെ ആരോഹണ ക്രമത്തിൽ, അതായത് അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് വേണമെങ്കിൽ കൂട്ടാം. അങ്ങനെ എഴുതുവാണെങ്കിൽ നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് മീഡിയൻ ആണല്ലോ, മധ്യമം. മധ്യമം കണ്ടുപിടിക്കാൻ നേരത്ത് ഇവിടുന്ന് നോക്കി അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ ഞാൻ സാധാരണ ക്വസ്റ്റ്യനിലെ പോലെ തന്നെയാണ് എഴുതിയേക്കുന്നത്. അപ്പൊ നമുക്ക് കൂട്ടാം. അപ്പൊ നോക്കിയേ, നമുക്ക് ദശാംശത്തിന് അപ്പുറം ഉള്ളതിനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് വേണം ദശാംശത്തിന് ലെഫ്റ്റ് സൈഡിൽ, ഇടത്ത് സൈഡിലുള്ളതിനെ കൂട്ടാനും. 5 5 10, 10 8 18 1 19 അല്ലേ. 19 9 ശിഷ്ടം 1 2 4 6 8 10 12 1 13. നിങ്ങൾ ഇവിടെ ഒന്ന് കൂട്ടി നോക്കണേ. 13 ശിഷ്ടം 1. ഇനി നോക്കി ഇവിടെ ദശാംശം ഉണ്ട് അല്ലേ, അതായത് ഡെസിമൽ പോയിന്റ് ഉണ്ട്. അത് നമുക്ക് അതുപോലെ തന്നെ താത്ത് കൊടുക്കണം. അടുത്ത ബാക്കി ഇതെല്ലാം കൂടെ കൂട്ടണം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1 2 3 4 5 6 7 8 8 6 ആണ് അല്ലേ. 8 6 48 1 49. അപ്പൊ നമുക്ക് ഇവിടെ 49.39 എന്ന് കിട്ടും അല്ലെ. ഡിവൈഡഡ് ബൈ 8 ഭാഗം 8 ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6.17 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ഇവിടുത്തെ മീൻ അല്ലെങ്കിൽ മാധ്യം എത്ര കിട്ടി? 6.17 എന്ന് കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് മീഡിയൻ, മധ്യമം കണ്ടുപിടിക്കാം. മീഡിയൻ അഥവാ മധ്യമം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അസെൻഡിങ് ഓർഡറിൽ കൊടുക്കാം അല്ലെ. അതായത് ചെറുതിൽ നിന്ന് വലുതിലോട്ട് ആരോഹണ ക്രമത്തിൽ എഴുതാം. ആദ്യം ഏതാ വരുന്നത്? 6.10 ആണ് അല്ലെ. 6.10, പിന്നെയും ഒരു 6.10 കൂടെ വരുന്നുണ്ടല്ലോ. അപ്പൊ 6.10 വീണ്ടും വരുന്നുണ്ട്. അടുത്തത് 6.15 ആണ് അല്ലെ. 6.15. അതിനേക്കാളും വലുത് ഏതാണ്? 6.18 ഉണ്ട് അല്ലെ. 6.18. അടുത്ത 6.20. 6.20 2 പ്രാവശ്യം വരുന്നുണ്ട്. അടുത്ത 6.21 ആൻഡ് ലാസ്റ്റ് 6.25. ഇത്രയാണല്ലേ. 1 2 3 4 5 6 7 8 8 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം അസെൻഡിങ് ഓർഡറിൽ ആരോഹണ ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്ത് ചെയ്യണം? ഇതിനകത്തിൽ നടുക്ക് വരുന്നത് അല്ലെ. ഇവിടെ നോക്കിയേ 8 എണ്ണമാണ്, അതായത് ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആണെങ്കിൽ എന്താ ചെയ്യുക? നടുക്കുള്ള നമ്പേഴ്സിന്റെ മീൻ എടുക്കണം, മാധ്യം എടുക്കണം അല്ലെ. അപ്പൊ നടുക്കുള്ള നമ്പേഴ്സ് ഏതാ നോക്കിയേ? നടുക്കുള്ള 6.18ഉം 6.20 ആണ് നടുക്ക് വരുന്നത്. അപ്പൊ അതിന്റെ മീൻ കണ്ടുപിടിക്കാം. അപ്പൊ നടുക്കുള്ളത് 6.18ഉം 6.20 ആണ്. അപ്പൊ അതിന്റെ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മീൻ ഈക്വൽ ടു ഇത് രണ്ടും കൂടെ കൂട്ടണം അല്ലെ. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യണം. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 12.38 കിട്ടും. 12.38ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 6.19 ആണ്.
അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ 6.18ന്റെയും 6.20ന്റെയും കൂടെ നടുക്ക് വരുന്നത് 6.19 ആയിരിക്കും. അപ്പൊ ഇത്രയും മീറ്റർ ആണ് അവിടുത്തെ ആവറേജ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മീനും മീഡിയനും കണ്ടുപിടിച്ചതിന് ശേഷം അത് വലിയ വ്യത്യാസമില്ലാത്തത് എന്തുകൊണ്ടാണെന്നല്ലേ. നോക്കിയേ, മീനും കണ്ടുപിടിച്ചു, മീഡിയനും കണ്ടുപിടിച്ചു. മീൻ നമുക്ക് 6.17 കിട്ടി, മീഡിയൻ നമുക്ക് 6.19 കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ കൊടുത്തിരിക്കുന്ന ദൂരങ്ങളെല്ലാം വളരെ അടുത്തടുത്ത നമ്പേഴ്സ് ആണ് അല്ലെ. 6 സംതിങ് ആണ് എല്ലാം, 6 സംതിങ് ആണ് എല്ലാ നമ്പേഴ്സും കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ദൂരങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്ന മീനും മീഡിയനും ഏകദേശം അടുത്തടുത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാരണം പറഞ്ഞാലും, മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും മീഡിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ആവറേജ് കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ ആവറേജ് എന്ന് പറയുമ്പം ഈ സെയിം ഒബ്സർവേഷൻസ് ആവുമ്പം ഏകദേശം ഒന്ന് തന്നെ വരും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വ്യത്യാസം വലുതായിട്ട് വരാഞ്ഞത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് എന്തെഴുതാം? വെൻ കമ്പയറിംഗ് ദ വാല്യൂസ് ഗിവൺ ഇൻ ദ ഡേറ്റ വി നോ ദാറ്റ് ദ വാല്യൂസ് ആർ വെരി നിയർ ടു ഈച്ച് അതർ അല്ലെ. ദൂരങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എല്ലാ ദൂരങ്ങളും അടുത്തടുത്ത സംഖ്യകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കേരളത്തിലെ വിവിധ ജില്ലകളിൽ 2025 ജൂൺ മാസത്തിലെ ആദ്യ ഒരാഴ്ച പെയ്ത മഴയുടെ അളവ് രേഖപ്പെടുത്തിയിരിക്കുന്ന പട്ടികയാണ് ചുവടെയുള്ളത്. അപ്പൊ പട്ടിക നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിനകത്തിലെ ജില്ലകളും അതുപോലെ തന്നെ മഴയുടെ അളവ്, അതായത് റെയിൻഫോളും കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ആ ആഴ്ചയിൽ കേരളത്തിലെ മഴയുടെ മാധ്യവും മധ്യമവും കണക്കാക്കുക. മധ്യമത്തെക്കാട്ടിൽ മാധ്യം കുറഞ്ഞത് എന്തുകൊണ്ട്? ഇത്രയുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? മാധ്യവും മധ്യമവും, അതായത് മീനും മീഡിയനും കണ്ടുപിടിക്കണം. അതിനോടൊപ്പം തന്നെ മധ്യമത്തെക്കാട്ടിൽ മാധ്യം കുറഞ്ഞത് എന്തുകൊണ്ടാണ്, അതായത് മീഡിയനെക്കാട്ടിലും മീൻ കുറഞ്ഞത് എന്തുകൊണ്ടാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എഴുതി. ഇക്വേഷൻ എന്താണ്? സം ഓഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ടോട്ടൽ സം എന്ന് കൊടുത്താലും മതി. ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ എന്ന് കൊടുത്താലും കുഴപ്പമില്ല, അതായത് ആകെ തുക ബൈ ആകെ എണ്ണം. അപ്പൊ സം ഓഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ എന്തിന്റെയാണ്? ഒബ്സർവേഷൻസിന്റെ അല്ലെ. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന റെയിൻഫോള്, മഴയുടെ അളവ്, അതാണ് നമ്മുടെ ഒബ്സർവേഷൻസ്. അപ്പൊ അതിന്റെ സമ്മ്, തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന്റെ തുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? മീഡിയനൂടെ കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് ഇതിനെ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിൽ എഴുതി നോക്കാം അല്ലെ. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. അപ്പൊ ആദ്യം നമുക്ക് എന്താ? സം ഓഫ് ഒബ്സർവേഷൻ ആണല്ലേ. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ സം എടുക്കണം. ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? നമുക്ക് ഇവിടെ ജില്ലയാണല്ലോ, ഡിസ്ട്രിക്റ്റ് ആണല്ലോ കൊടുത്തേക്കുന്നത്. എത്ര ഡിസ്ട്രിക്റ്റുകളുണ്ട്? 14 ആണല്ലേ. അപ്പൊ ഡിവൈഡ് ബൈ 14 ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ടോട്ടൽ സമ്മ് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ സം ഓഫ് ഒബ്സർവേഷൻ ഞാൻ എഴുതിയ പോലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അതിന്റെ സമ്മ് കണ്ടുപിടിച്ചതിന് ശേഷം ആ സമ്മ് മാത്രം ഇവിടെ എഴുതിയാൽ മതി. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 895.9 കിട്ടും. നിങ്ങളിതൊന്ന് കൂട്ടി നോക്കുക. ഡിവൈഡഡ് ബൈ 14, 14. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഹരിക്കണം അല്ലേ. ഹരിക്കുമ്പോൾ എത്ര കിട്ടുന്നതെന്ന് നോക്കാം. 895.9 ഡിവൈഡഡ് ബൈ 14, 14. 14 ഗുണം 6 84. 9 4 പോകെ 5, ഈ 5 താത്തിറക്കി 55. 14 ഗുണം 3 42. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പം 5 2 പോകെ 3, 5 4 പോകെ 1. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഡെസിമൽ കൊടുത്തു, 9 താത്തിറക്കി. 14 ഗുണം 9 126. 9 6 പോകെ 3, 3 2 പോകെ 1, 13. വീണ്ടും 13 വന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം അല്ലെ. 0 ഇട്ട് കൊടുക്കാം. വീണ്ടും എന്താണ്? 14 ഗുണം 9 ആണ് 126. ഇങ്ങനെ പോകും അല്ലെ. ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്തെഴുതാം? ആൻസർ എന്തെഴുതാം? 63.99 എന്ന് കിട്ടും. 99 മില്ലിമീറ്റർ ആയിരിക്കും മീൻ അല്ലെങ്കിൽ മാധ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 69.99ന് 64 എന്ന് കൊടുത്താൽ, അതായത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 64 ആണല്ലേ. അതായത് ഏകദേശ വില എന്താണ്? 64 മില്ലിമീറ്റർ ആയിരിക്കും. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് മീഡിയൻ അല്ലെങ്കിൽ മധ്യമം കണ്ടുപിടിക്കാം അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ഒബ്സർവേഷൻസിനെ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ എഴുതണം അല്ലേ. അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ അസെൻഡിങ് ഓർഡറിൽ ഒന്ന് എഴുതാൻ പോവാം. അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ എനിക്ക് ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു കോളത്തിൽ തന്നെ എഴുതുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി എഴുതണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് എഴുതാം? 35.7 എഴുതാം അല്ലേ. 35.7. അടുത്തത് 37.5, 39. അങ്ങനെ ബാക്കി ഞാൻ അസെൻഡിങ് ഓർഡറിൽ എഴുതാവേ. അപ്പൊ ഇവിടെ ഞാൻ അസെൻഡിങ് ഓർഡറിൽ, അതായത് ആരോഹണ ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. 14 എണ്ണം ഉണ്ട് അല്ലെ. 14 എണ്ണം എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ആണ്, അതായത് ഇരട്ട സംഖ്യയാണ്.
അപ്പൊ നമുക്ക് നടുക്ക് അതായത് മിഡ് വാല്യൂ രണ്ടെണ്ണം കിട്ടും അല്ലെ. ഇവിടുത്തെ മിഡ് വാല്യൂസ് ഇത് രണ്ടുമാണ്, 66.4ഉം 69.1ഉമാണ്. അപ്പൊ അതിന്റെ മീൻ കണ്ടുപിടിക്കണം, അതായത് അതിന്റെ മാധ്യം കണ്ടുപിടിച്ചെങ്കിലാണ് നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പം 66.4 പ്ലസ് 69.1 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡ് ബൈ 2. അപ്പൊ അത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം 135 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഡിവൈഡ് ബൈ 2, അതായത് ഇതിനെ രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്യുമ്പം 67.75 മില്ലിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ മീൻ കണ്ടുപിടിച്ചപ്പം 64 കിട്ടി, മീഡിയൻ കണ്ടുപിടിച്ചപ്പോൾ 67 കിട്ടി അല്ലെ, 67 പോയിന്റ് കിട്ടി. അപ്പൊ ഇവിടെ എന്താണ്? മീഡിയനെക്കാട്ടിലും ചെറിയ വാല്യൂ ആണ് 64, അതായത് മീൻ മധ്യമത്തിനെക്കാട്ടിലും ചെറിയ ഒരു സംഖ്യയാണ് നമുക്ക് മാധ്യമായിട്ട് കിട്ടിയത്. എന്താണ് അതിന്റെ കാരണം? ഇവിടെ നോക്കിയേ, മീൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ മൊത്തം നമ്പേഴ്സിനെ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലേ. അതായത് ഏറ്റവും ചെറിയ നമ്പർ 35 ഏറ്റവും വലിയ നമ്പർ 108. അപ്പൊ അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ. അപ്പൊ ഈ എല്ലാ നമ്പേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ മീഡിയം കണ്ടുപിടിക്കുന്നതോ മധ്യമം കണ്ടുപിടിക്കുന്നത് നടുക്കുള്ള നമ്പേഴ്സിനെ ആശ്രയിച്ചാണ് അല്ലേ. അതായത് നടുക്കുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 66ഉം 69ഉം ആണല്ലേ. അപ്പൊ ഇവിടെ നോക്കി, 35ഉം 66ഉം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ. അതായത് ചെറിയ നമ്പറുമായിട്ടും നല്ല വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ വലിയ നമ്പറുമായിട്ടും നല്ല വ്യത്യാസമുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഇവിടെ നമ്മൾ ഈ നമ്പേഴ്സിനെ മാത്രം ആശ്രയിച്ചാണ് മീഡിയം കണ്ടുപിടിക്കുന്നത്. മീൻ എടുക്കുന്നത് ഇത് മൊത്തം കൂടാണ് എടുക്കുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ഈ നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇവിടെ നമ്മൾ ആവറേജ് എടുത്തപ്പോഴും ഇത് തമ്മിൽ വ്യത്യാസം വന്നത്. അപ്പൊ ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ദ മീൻ ഈസ് ലെസ് ദാൻ മീഡിയൻ ബിക്കോസ് ദ നമ്പർ കണ്ടെയ്ൻസ് ആർ 4 സ്മോൾ ആൻഡ് ലാർജ് നമ്പേഴ്സ് ദാൻ മീൻ. അപ്പൊ നമുക്ക് മലയാളത്തിൽ എന്തെഴുതാം? ചില ജില്ലകളിലെ മഴയുടെ അളവുകൾ തമ്മിൽ വലിയ വ്യത്യാസമുള്ളത് കൊണ്ടാണ് മധ്യമത്തെക്കാട്ടിലും കുറവായത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Prove that for a set of numbers in arithmetic sequence, the mean and median are equal. അതായത് സമാന്തര ശ്രേണിയിലായ കുറെ സംഖ്യകളുടെ മധ്യമവും മാധ്യവും തുല്യമാണെന്ന് തെളിയിക്കുക. അപ്പൊ നമുക്കിവിടെ ആദ്യം ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എടുക്കാം അല്ലെ, സമാന്തര ശ്രേണി. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ ഓർക്കുമല്ലോ നിങ്ങൾ. അപ്പൊ നമുക്ക് ആദ്യം ഒരു സീക്വൻസ് എടുക്കാം. സീക്വൻസ് ഞാൻ എടുക്കുന്നത് x1, x2, x3, x4, x5. അതായത് ഒരു ഓഡ് സീക്വൻസ് ആണ് ഞാൻ എടുത്തത്. അപ്പോൾ ഓഡ് സീക്വൻസിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? മീൻ കണ്ടുപിടിക്കണം, അതായത് മാധ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം മീഡിയൻ കണ്ടുപിടിക്കണം, മധ്യമവും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന മീനും മീഡിയനും, അതായത് മാധ്യവും മധ്യമവും ഈക്വൽ ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് മീൻ കണ്ടുപിടിക്കാം. മീൻ അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ അല്ലേ, അതായത് ആകെത്തുക ബൈ ആകെ എണ്ണം. അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഒബ്സർവേഷൻസ് ഏതൊക്കെയാണ്? x1, x2, x3, x4, x5 അല്ലേ. അപ്പൊ ടോട്ടൽ സം എന്ന് പറയുമ്പോൾ അതെല്ലാം കൂടെ കൂട്ടാം. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5. അപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട് അല്ലേ. അപ്പം ഡിവൈഡഡ് ബൈ 5. അപ്പൊ നമുക്ക് മീൻ അല്ലെങ്കിൽ മാധ്യം ഇങ്ങനെ കിട്ടിയല്ലേ. ഇത് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസിൽ പഠിച്ചൊരു ഇക്വേഷൻ ആണ്, ഓർമ്മയുണ്ടോ? അതായത് ഒരു സമാന്തര ശ്രേണിയിലെ, അതായത് അരിത്തമാറ്റിക് സീക്വൻസിലെ ടേംസിന്റെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ, ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് പദങ്ങളുടെ എണ്ണം ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യയാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? സം ഓഫ് ദ ടേംസ് എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ദ ടേംസ് ആണ് അല്ലേ. അതായത് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ എങ്ങനെ എഴുതാം? അതായത് മീൻ എന്ന് പറയുന്നത് ടോട്ടൽ സം ആണല്ലോ, സം ഓഫ് ദ ടേംസ് അല്ലേ. ഇവിടുത്തെ സം ഓഫ് ദ ടേംസ് എന്ന് പറയുന്നത് x1, x2 ഇതാണ് സം ഓഫ് ദ ടേംസ്. ഈ സം ഓഫ് ദ ടേംസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് കൊടുക്കാം അല്ലെ. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ഏതാണ്? x3 ആണ്. അതായത് സം ഓഫ് ദ ടേംസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ദ ടേംസ് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇവിടുത്തെ മിഡിൽ ടേം, അതായത് ഇതിന് പകരം ഈ സം ഓഫ് ദ ടേംസ് ഇതാണല്ലോ, സം ഓഫ് ദ ടേംസിന് പകരം ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആ സ്ഥാനത്ത് മിഡിൽ ടേം, അതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് x3 ആണ്. x3 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് ഇവിടെ? എത്ര ടേംസ് ഉണ്ട്? എത്ര പദങ്ങളുണ്ട്? 1, 2, 3, 4, 5 പദങ്ങളുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് സം ഓഫ് ദ ടേംസിന് പകരം x3 ഇൻറ്റു 5 എന്ന് കൊടുക്കുക അല്ലേ. ഡിവൈഡഡ് ബൈ ആര് ഇവിടെ കിടപ്പുണ്ട്? 5 ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കിയേ, x1, x2 അതായത് സം ഓഫ് ദ ടേംസിന് പകരം എന്ത് കൊടുക്കാം? x3 ഇൻറ്റു 5 എന്ന് കൊടുക്കാം. അത് ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചൊരു ഇക്വേഷനാണ്.
ഡിവൈഡഡ് ബൈ 5. 5 എന്ന് പറയുന്നത് ഈ 5 തന്നെയാണ്. ഇനി ഈ 5ഉം ഈ 5 കൂടെ കട്ട് ചെയ്ത് കളയാമല്ലോ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? x3 എന്ന് കിട്ടും അല്ലേ. അതായത് മീൻ എന്ന് പറയുന്നത്, മീൻ അല്ലെങ്കിൽ മാധ്യം എന്ന് പറഞ്ഞ് നമുക്ക് എത്ര കിട്ടി? x3 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് ആണ് അല്ലെ. ഓഡ് നമ്പേഴ്സ് ആയപ്പോൾ നമുക്ക് അതിന്റെ മീൻ എന്ത് കിട്ടി? x3 എന്ന് കിട്ടി. അപ്പൊ മീഡിയൻ എത്ര കിട്ടുമെന്ന് നോക്കാം. മീഡിയൻ അല്ലെങ്കിൽ മധ്യമം. അപ്പൊ മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? അസെൻഡിങ് ഓർഡറിൽ അല്ലേ, അതായത് ആരോഹണ ക്രമത്തിൽ എഴുതണം. ഇവിടെ നോക്കിയ നമ്മുടെ സീക്വൻസ് x1, x2, x3, x4, x5 ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി ആയതുകൊണ്ട് നമ്മൾ ഇത് ആരോഹണ ക്രമത്തിൽ തന്നെയാണ് എഴുതിയേക്കുന്നത് അല്ലേ, അതായത് അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് എഴുതിയേക്കുന്നത്. അപ്പൊ അതിന്റെ മിഡിൽ ടേം ഏതാണ്? ഇത് ഓഡ് നമ്പർ ആണ്. അപ്പൊ മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓഡ് നമ്പർ ആയതുകൊണ്ട് മിഡിൽ ടേം എടുക്കുക. ഇവിടുത്തെ മിഡിൽ ടേം ഏതാണ്? x3. അപ്പൊ മീനും മീഡിയനും നമുക്ക് എത്ര കിട്ടി? x3 എന്ന് കിട്ടി അല്ലേ. അപ്പം നമ്മൾ ഓഡ് ടേംസ് വരുമ്പം മീനും മീഡിയനും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു, തുല്യമാണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഓഡിന്റെ സ്ഥാനത്ത് ഈവൻ നമ്പർ ആണെങ്കിൽ, അതായത് ഇവിടെ ഓഡ് നമ്പേഴ്സിന് പകരം ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ മീനും മീഡിയനും തുല്യമാണോ എന്ന് നോക്കാം. അപ്പൊ അടുത്ത സീക്വൻസ് നമ്മൾ എടുത്തു. അടുത്ത സീക്വൻസ് എടുക്കുമ്പോൾ ആ ടേംസ് ഈവൻ നമ്പേഴ്സ് ആണ് അല്ലേ, അതായത് 1, 2, 3, 4, 5, 6 ടേംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മീൻ കണ്ടുപിടിക്കുന്നതിന് എപ്പോഴും ഒരേ ഇക്വേഷൻ തന്നെയാണ്, ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ, ആകെത്തുക ബൈ ആകെ എണ്ണം. അപ്പൊ ഇവിടുത്തെ ആകെത്തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതെല്ലാം കൂടെ കൂട്ടണം അല്ലേ, അതായത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. എത്ര നമ്പർ ഉണ്ട്? 6 നമ്പർ ഉണ്ട് അല്ലേ, 6 നമ്പർ ഉണ്ട്. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസിൽ തന്നെ പഠിച്ച മറ്റൊരു കാര്യമാണ് x1ഉം x6ഉം. x1ഉം x6ഉം ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് തന്നെയായിരിക്കും x2ഉം x5ഉം കൂടെ കൂട്ടുന്നത് അല്ലേ, x2 പ്ലസ് x5 ഈക്വൽ ടു അത് തന്നെയായിരിക്കും x3ഉം x4ഉം കൂടെ കൂട്ടുന്നത് അല്ലേ. അതായത് നോക്കിയേ, ഇവിടുത്തെ നമ്പേഴ്സ് തമ്മിലുള്ള സം എന്താണ്? 1 പ്ലസ് 6 7 ആണല്ലേ. ഇവിടെ 2 പ്ലസ് 5 7, 3 പ്ലസ് 4 7. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ എല്ലാ സമ്മ്, അതായത് x1ന്റെയും x6ന്റെയും സമ്മ് തന്നെയായിരിക്കും x2ന്റെയും x5ന്റെയും കൂടെ സമ്മ്. അത് തന്നെയായിരിക്കും x3യുടെയും x4ന്റെയും കൂടെ സമ്മ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തെഴുതാം? ഈ സമ്മിന്റെ അവിടെ എന്തെഴുതാം നമുക്ക്? അതായത് 3 ഇൻറ്റു x3 പ്ലസ് x4 എന്നെഴുതാമോ നോക്കാം. അതായത് ഇത് മൂന്നും ഈക്വൽ ആണല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മൂന്നിനെ, അതായത് ഇതിന്റെ രണ്ടിന് പകരം നമുക്ക് ഇവിടെയും എന്ത് തന്നെ എഴുതാം? x3 പ്ലസ് x4 എന്ന് എഴുതാം, ഇവിടെയും x3 പ്ലസ് x4 എന്ന് എഴുതാം. കാരണം ഇതിന്റെ എല്ലാം സം ഈക്വൽ അല്ലേ. അപ്പൊ ഇവിടെ എത്ര x3 പ്ലസ് x4 ഉണ്ട്? 3 x3 പ്ലസ് x4 ഉണ്ട് അല്ലേ. ഒന്നുകൂടെ പറയാം, x1ഉം x6ഉം കൂടെ കൂട്ടുന്നത് തന്നെയാണ് x2ഉം x5ഉം കൂടെ കൂട്ടുന്നത്. അതിന്റെ സമ്മ് തന്നെയാണ് x3യും x4ഉം കൂടെ കൂട്ടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ, ഇത് നിങ്ങൾ എഴുതേണ്ട സ്റ്റെപ്പ് അല്ല, ഞാനൊന്ന് പറഞ്ഞു തരാൻ വേണ്ടത്, x1ഉം പ്ലസ് x6 പ്ലസ് ബാക്കി നോക്കിയേ x2 പ്ലസ് x5, ബാക്കി എന്തുണ്ട്? x3 പ്ലസ് x4. ഇതെല്ലാം ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം എന്താണ്? ഈക്വൽ ആണല്ലേ. ഇതെല്ലാം ഈക്വൽ ആണ്, ഇതിന്റെ സമ്മ് തന്നെയാണ് ഇതിന്റെ സമ്മ്, ആ സമ്മ് തന്നെയാണ് ഇതിന്റെ സമ്മ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഈ 3 പ്രാവശ്യം എഴുതുന്നതിന് പകരം 3 ഗുണം ഒരെണ്ണത്തിന്റെ സമ്മ് എന്ന് എഴുതാമല്ലോ. അതാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്, 3 ഗുണം ഒരെണ്ണത്തിന്റെ സമ്മ്, അതായത് x3 പ്ലസ് x4 ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 6 ഉണ്ടല്ലോ, 6. ഇനി നമുക്ക് ഈ 3യെയും 6നെയും കൂടെ കട്ട് ചെയ്യാം അല്ലേ. 3യെയും 6നെയും കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 2 കിട്ടും. 3 ഇൻറ്റു 2 ആണ് 6. അപ്പോൾ ഇവിടുത്തെ ആൻസർ, അതായത് മീൻ നമുക്ക് എന്ത് കിട്ടി? x3 പ്ലസ് x4 ബൈ 2. നമ്മൾ ഇങ്ങനെ എഴുതിയത് എന്തിനാന്ന് മനസ്സിലായോ? ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതിയത് എന്തിനാന്ന് മനസ്സിലായോ? നമുക്ക് ഇതിന്റെ ആൻസർ വേണം അല്ലേ, അതായത് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ നമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ നമ്മൾ x1, x2, x3, x4 അങ്ങനെയല്ലേ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ചെറുതാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമ്മുടെ മീൻ എന്ത് കിട്ടി? x3 പ്ലസ് x4 ബൈ 2 എന്ന് കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അതായത് മധ്യമം എന്ന് പറഞ്ഞാൽ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതുക, ആരോഹണ ക്രമത്തിൽ എഴുതുക. ഇവിടെ അരിത്തമാറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി ആയതുകൊണ്ട് ഓൾറെഡി എന്താണ്? ആരോഹണ ക്രമത്തിൽ തന്നെയാണല്ലേ. അപ്പൊ ഇതിന്റെ ടേംസിന്റെ എണ്ണം നോക്കിയപ്പോൾ എത്രയാണ്? 6 ആണല്ലേ. 6 എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആയതുകൊണ്ട് നടുക്ക് 2 നമ്പേഴ്സ് വരും അല്ലേ. ആ 2 നമ്പേഴ്സിന്റെയും കൂടെ മീന്, അതായത് ആ 2 നമ്പേഴ്സിന്റെയും കൂടെ ആവറേജ് ആണ് അവിടുത്തെ മീഡിയൻ. അപ്പൊ ആ 2 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? രണ്ടും കൂടെ കൂട്ടുക
എണ്ണം കൊണ്ട് ഹരിക്കുക. എണ്ണം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമായതുകൊണ്ട് 2 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പോൾ നടുക്കുള്ള നമ്പേഴ്സ് x3 ആണ്, x3യും x4ഉം ആണ്. x3 + x4/2. അതായത് ഇതിന്റെ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇതാണ് മീഡിയൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, മീൻ കണ്ടുപിടിച്ചപ്പോൾ x3 + x4/2 എന്ന് കിട്ടി. മീഡിയൻ കണ്ടുപിടിച്ചപ്പോഴും എന്ത് തന്നെയാണ് കിട്ടിയത്? x3 + x4/2 എന്ന് തന്നെയാണ് കിട്ടിയത് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ഈവൻ നമ്പർ എടുത്തപ്പോഴും, അതായത് ടേംസ് ഈവൻ ആയിട്ട് എടുത്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി? അതിന്റെ രണ്ടിന്റെയും കൂടെ, മീന്റെയും മീഡിയന്റെയും ആൻസർ എന്ത് കിട്ടി? തുല്യമാണെന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് മീനും മീഡിയനും ഈക്വൽ ആണെന്ന് കിട്ടി അല്ലേ? ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റസംഖ്യയുടെ കേസ് വന്നപ്പോഴും ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ടസംഖ്യയുടെ കേസ് വന്നപ്പോഴും നമുക്ക് മീനും മീഡിയനും ഈക്വൽ ആണെന്ന് കിട്ടി. ഇവിടെ നമ്മൾ x3യും x4ഉം എന്തുകൊണ്ട് എടുത്തതെന്ന് മനസ്സിലായോ? അതായത് ഇതിന്റെ എല്ലാം സം ഈക്വൽ ആണ്, ഏതെടുത്താലും കുഴപ്പമില്ല. പിന്നെ x3യും x4ഉം എടുത്തത് അതിന്റെ മിഡിൽ വാല്യൂ ആയതുകൊണ്ടാണ്. അതായത് മീഡിയൻ വരുമ്പോൾ നമുക്ക് മിഡിൽ വാല്യൂ ആണല്ലോ എടുക്കുന്നത്, x3യും x4ഉം ആണല്ലോ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഈക്വൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെയും x3യും x4ഉം എടുത്തത്. നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുമ്പം ഓഡ് നമ്പറും ഈവൻ നമ്പറും തന്നാൽ അതിന്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതുകൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ മീഡിയൻ കണ്ടുപിടിക്കുന്നതാണ് മീഡിയൻ അല്ലെങ്കിൽ മധ്യമം. ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഒറ്റസംഖ്യ ആണെങ്കിൽ മിഡ് വാല്യൂ n ഓഡ് നമ്പർ ഉണ്ടെങ്കിൽ, n ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 അങ്ങനെ n എണ്ണം ഉണ്ടെങ്കിൽ അതിന്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത് n + 1/2 എന്നായിരിക്കും. മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? n + 1/2 എന്നായിരിക്കും. അപ്പൊ n എന്ന് പറയുന്നത് നമുക്ക് 7 എടുക്കുക. അതായത് x1 x2 x3 x4 x5 x6 x7. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ മിഡ് വാല്യൂ ഏതായിരിക്കും? x4 ആയിരിക്കും അല്ലേ? അതായത് x4 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ വെച്ച് നോക്കാം. n എന്ന് പറയുന്നത് 7 ആണല്ലേ? അപ്പൊ മിഡ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് n + 1/2 എന്നാണ്. അപ്പൊ n ന് പകരം എന്ത് കൊടുക്കാം? 7 കൊടുക്കാം. 7 + 1/2. 7 + 1 എത്രയാണ്? 8 ആണല്ലേ? 8/2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ മിഡ് വാല്യൂ ഏതാണ്? 4ാമത്തെ സംഖ്യയാണ് അല്ലേ? ആദ്യം നമ്മൾ ആരോഹണക്രമത്തിൽ എഴുതണം, അതിനുശേഷം മാത്രമേ ഈ ഒരു ഇക്വേഷൻ കൊടുക്കാവൂ. മനസ്സിലായല്ലോ? ഒരെണ്ണം കൂടെ നോക്കാം. n എന്ന് പറയുന്നത് 5 ആണെങ്കിൽ, n = 5 ആണെങ്കിൽ മിഡ് വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടുത്തെ മിഡ് വാല്യൂ നമുക്കറിയാം x3 ആണല്ലേ? ഇവിടെ കിടക്കുന്നത്, അതായത് 3ാമത് കിടക്കുന്നതാണ് മിഡ് വാല്യൂ. ഇനി ഇക്വേഷൻ വെച്ചൊന്ന് ചെയ്ത് നോക്കാം. n 5 ആണെങ്കിൽ n + 1/2 എന്നല്ലേ ഇക്വേഷൻ. അപ്പൊ n-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 5 കൊടുക്കാം അല്ലെ? 5 + 1/2. 5 + 1 6 ആണ്. 6/2 എന്ന് പറയുന്നത് 3. അതായത് 3ാമത് കിടക്കുന്ന സംഖ്യയാണ് അതിന്റെ മിഡ് വാല്യൂ. അപ്പൊ n എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? n + 1/2 ആണ്. മനസ്സിലായല്ലോ? അടുത്തത് ഈവൻ നമ്പർ ആണെങ്കിൽ, അതായത് ഇരട്ടസംഖ്യ ആണെങ്കിൽ, അപ്പൊ മിഡ് വാല്യൂസ് എത്രണ്ണം വരും? 2 എണ്ണം വരും അല്ലേ? അപ്പൊ ഒന്നാമത്തെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ n/2 ആണ്. അടുത്ത മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നതോ n/2 + 1 ആണ്. അതായത് നമുക്ക് നോക്കാം. 6 n എന്ന് പറയുന്നത് 6 ടേംസ് ഉണ്ട്, 6 സംഖ്യകളുണ്ട് അല്ലേ? അപ്പൊ നമുക്കറിയാം 6 എന്ന് പറയുമ്പോൾ x6 വരെ ഉണ്ട് അല്ലേ? അപ്പൊ അതിന്റെ മിഡ് വാല്യൂസ് ഏതൊക്കെയാണ്? x3യും x4ഉം ആണ്. ഇവിടെ നോക്കി ഇക്വേഷൻ വെച്ച് നോക്കാം. ഒന്നാമത്തെ മിഡ് വാല്യൂ n/2 ആണ് അല്ലേ? അതായത് n/2 എന്ന് പറയുമ്പോൾ 6/2. n-ന്റെ സ്ഥാനത്ത് 6/2 എന്ന് പറയുന്നത് 3. അപ്പൊ ഒന്നാമത്തെ ഏതാണ്? x3 ആണല്ലേ? 3ാമത്തെ ടേം ആണ്. രണ്ടാമത്തേതോ n/2 എന്ന് പറയുന്നത് 6/2 ആണ് +1. 6/2 എന്ന് പറയുന്നത് 3 + 1 എന്ന് പറയുന്നത് 4. അതായത് x4 4ാമത്തെ. അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n/2ഉം n/2 + 1ഉം. മനസ്സിലായല്ലോ? അപ്പം മീഡിയനിൽ ഓഡ് നമ്പേഴ്സ് വന്നാലും ഈവൻ നമ്പേഴ്സ് വന്നാലും മിഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ നോക്കിയത്. ഓഡ് നമ്പർ ആണെങ്കിൽ n + 1/2 ആണ്. n എന്ന് പറയുന്നത് ആ നമ്പേഴ്സ് ആണ് അല്ലേ? ഓഡ് നമ്പർ ആണ്, എത്ര എണ്ണം ഉണ്ട് ആ നമ്പർ ആണ്. അടുത്ത ഇരട്ടസംഖ്യ ആണെങ്കിൽ, ഈവൻ നമ്പർ ആണെങ്കിൽ n/2ഉം n/2 + 1ഉം ആയിരിക്കും. മനസ്സിലായല്ലോ?